പറഞ്ഞ് പലരും വരുന്നുണ്ട്. ശരിക്കും നമ്മളെ ഇസ്ലാമിൽ ഇമാം മഹദിക്കുള്ള സ്ഥാനവും അതുപോലെ ആരാണ് ഇമാം മഹദി എന്നും ആണ് എൻ്റെ ചോദ്യം. ആരാണ് ഇമാം മഹദി? ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട് നാട്ടിലിപ്പോൾ പ്രത്യേകിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേക ഗാനങ്ങളൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഇമാം മഹദി ആരാണ് എന്ന ചോദ്യം പ്രസക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇമാം മഹദി ആരാണ്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട ഗാനങ്ങളും അതുപോലെയുള്ള ചർച്ചകളുമൊക്കെ എന്തൊരു പരിസരത്തിലാണ് നടക്കുന്നത് എന്ന് മനസ്സിലാവാൻ ആദ്യം നമ്മൾ ഷിയാക്കളെ കുറിച്ച് കേൾക്കണം. ഷിയാക്കൾ എന്ന് കേട്ടവരായി ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഷിയാക്കൾ കൈവന്തിച്ച നന്നായിരുന്നു. ആരാണ് ഷിയാക്കൾ എന്ന് ശരിക്കും അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ആരാണ് ഷിയാക്കൾ? അവരുടെ ഐഡിയോളജി എന്താണ്? അവരുടെ വിശ്വാസം എന്താണ്? അറിയോ? അറിയുന്ന ആളുകളൊന്ന് കൈപൊന്തിച്ചാൽ നന്നായിരുന്നു. അത് ഞാനൊന്ന് പറഞ്ഞു തുടങ്ങാം, ശ്രദ്ധിക്കുക. ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അറബി പദം ഷിയ എന്നാണ്. ഷിയാത്ത് എന്ന അറബി പദത്തിനർത്ഥം വിഭാഗം, കക്ഷി എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. ഇത് ഷിയാത്തു അലി, അലിയുടെ വിഭാഗം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷിയാക്കൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിയാത്തു അലിയൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ വിഭാഗം. ആരാണ് അലി റളിയല്ലാഹു അൻഹു? നമുക്കറിയാം, സ്വഹാബിയാണ്, 4ാമത്തെ ഖലീഫയാണ്. എന്നാൽ ഷിയാക്കൾ വിശ്വസിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ യോഗ്യനായ ഒരേ ഒരു വ്യക്തി അലി റളിയല്ലാഹു അൻഹു മാത്രമാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഹസൻ, ഹുസൈൻ അടക്കമുള്ള സന്താന പരമ്പര, അവരല്ലാതെ ആരും ഇസ്ലാമിക സമൂഹത്തിന്റെ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയ വിഭാഗം, ഷിയാക്കൾ. ഇത് അലി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. പക്ഷേ അലി റളിയല്ലാഹു ആ പക്ഷത്തിനെതിരായിരുന്നു, ആ വിശ്വാസത്തിനെതിരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് മുതൽ അവരിങ്ങോട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത്, ഇതൊന്നും അവർ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം ഈ ഒരു അലി റളിയല്ലാഹു അൻഹു ആണ് റസൂലിന് ശേഷം മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ യോഗ്യൻ എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇവർ പല വിഭാഗങ്ങളുണ്ട്. ഇവരിൽ ബിദഅത്തുകാരെന്ന് വിളിച്ച, പണ്ഡിതന്മാർ ബിദഅത്തുകാരെന്ന് വിളിച്ച ചെറിയ വിഭാഗം മുതൽ റാഫിള അല്ലെങ്കിൽ അൽ ഇസ്നാ അൽ അശരിയ എന്നൊക്കെ പറയുന്ന അതിശക്തമായ തീവ്ര സ്വഭാവമുള്ള ഷിയാക്കളുണ്ട്. ഏകദേശം 21ഓളം വിഭാഗങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിലെ ഏറ്റവും ചെറിയ വിഭാഗത്തിന്റെ വിശ്വാസം, ഏറ്റവും തീവ്രത കുറഞ്ഞ ഷിയാക്കളുടെ വിശ്വാസം, റസൂല് കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിലെ ശ്രേഷ്ഠൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ്. ഇവരിൽ ഏറ്റവും തീവ്രത കുറഞ്ഞ ആളുകൾ പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ആണെന്ന്. അബൂബക്കർ സിദ്ദീഖിനേക്കാളും ഉമർ ഇബ്നുൽ ഖത്താബിനേക്കാളും ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനേക്കാളും സ്ഥാനം അലി റളിയല്ലാഹു അൻഹുവിനാണ്. ഇതാണ് അവരുടെ കൂട്ടത്തിലെ തീവ്രത കുറഞ്ഞ ആളുകൾ. തീവ്രത കൂടിയ ആളുകളോ, അവരുടെ വാദം അൽ കാഫി എന്ന് പറയുന്ന ഒരു ഷിയ ഗ്രന്ഥമുണ്ട്, ഹദീസ് ഗ്രന്ഥമാണ്. ആ ഹദീസ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം, ഇന്നല്ലദീന ആമനു സുമ്മ കഫറു സുമ്മ ആമനു സുമ്മ കഫറു സുമ്മ ഇസ്ദാദു കുഫറ ലൻ തുഖ്ബല തൗബതുഹും. ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും പിന്നെ വിശ്വസിക്കുകയും പിന്നെ അവിശ്വസിക്കുകയും പിന്നീട് അവിശ്വാസം കൂടുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു തൗബ കൊടുക്കുകയില്ല, അള്ളാഹ് പശ്ചാത്താപം സ്വീകരിക്കൂല, അവർ കാഫിറുകളാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അൽ കാഫി എന്ന ഷിയാ ഗ്രന്ഥത്തിൽ പറയുന്നത് നസലത്ത് ഫീ ഫുലാനിൻ വ ഫുലാനിൻ വ ഫുലാൻ. ഈ ആയത്തിറങ്ങിയത് അബൂബക്കർ സിദ്ദീഖിനെ കുറിച്ചും ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചും ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചുമാണ്. എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെ റാഫിള വിഭാഗത്തിന്റെ വിശ്വാസപ്രകാരം അബൂബക്കർ സിദ്ദീഖ് കാഫിറാണ്, ഉമർ റളിയല്ലാഹു കാഫിറാണ്, ഉസ്മാൻ റളിയല്ലാഹു കാഫിറാണ്, സ്വഹാബികളിലെ ബഹുഭൂരിഭാഗം ആളുകളും കാഫിറുകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ. ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഇനി അടുത്ത ചോദ്യം, ആരാണ് ഇമാം മഹദി? ഇമാം മഹദി ആരാണെന്ന വിഷയത്തിൽ 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന് ഷിയാക്കളുടെ ആ വിഷയത്തിലുള്ള അഭിപ്രായമാണ്, 2 അഹ്ലുസുന്നയുടെ അഭിപ്രായമാണ്. ഷിയാക്കളുടെ അഭിപ്രായമൊക്കെ പ്രകാരം ഇമാം മഹദി എന്ന് പറഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ഹിജറ 255 ജനിച്ചിട്ട് ഒളിച്ചിരിക്കുകയാണ്. അദ്ദേഹം സമയമാകുമ്പോൾ വരും. അഹ്ലുസുന്ന വിഷയത്തിൽ പറഞ്ഞ നിലപാട് റസൂൽ എന്താണോ പറഞ്ഞത് അതാണ്. ഇമാം മഹദി എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുന്ന ഒരു നേതാവാണ്. മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന, കലുഷിതമായ അന്തരീക്ഷത്തിൽ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന
അവസാന കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു നേതാവ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. ഒന്ന് പറഞ്ഞു, അദ്ദേഹത്തിന്റെ നാമം എൻ്റെ നാമമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും. അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമം എൻ്റെ നാമമാണ് എന്ന് പറഞ്ഞാൽ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. അദ്ദേഹം ഇവിടെ വരും, നേതൃത്വം ഏറ്റെടുക്കും. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈസാ നബി ഇറങ്ങി വരിക. ആ കാലഘട്ടത്തിൽ ഈസാ നബി അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കും. ഈസാ നബിയോട് അദ്ദേഹം പറയും, തഖദ്ദം യാ റൂഹല്ലാ സ്വല്ലി ബിനാ, അല്ലയോ അള്ളാഹുവിന്റെ റൂഹേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇമാമ് നിൽക്കൂ എന്ന് പറയുമ്പോൾ ഈസാ നബി പറയും, അല്ല ഇമാം മഹദി, താങ്കൾക്ക് വേണ്ടിയാണ് ഇഖാമത്ത് കൊടുത്തത്, താങ്കളാണ് ഈ നിസ്കാരത്തിന്റെ നേതൃത്വം. അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് ഈസാ നബി നിസ്കരിക്കുക എന്നാണ്. ഇനി ഇമാം മഹദിയെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ഷിയാക്കളുടെ വിശ്വാസം ഒന്ന് ഞാൻ ചുരുക്കി പറയാം. ഇമാം മഹദി അവർ പറയുന്നത് മുഹമ്മദ് ബിനുൽ ഹസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇന്നും ജീവനോടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം അവസാന കാലമാവുമ്പോൾ കടന്നു വരും. അപ്പൊ അവസാനം അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ അവർ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. അവരുടെ ബിഹാറുൽ അൻവാർ എന്നൊരു ഗ്രന്ഥത്തിൽ ഷിയാക്കൾ പരിചയപ്പെടുത്തുന്ന ഇമാം മഹദി ആരാണെന്ന് നിങ്ങൾ അറിയണം. അദ്ദേഹം കടന്നു വരും. രണ്ട് ഖബറുകളുടെ മതിലുകൾ ഇടിച്ചു നിരപ്പാക്കും. ആ രണ്ട് ഖബറിലുള്ള ആളുകളെ വലിച്ചു പുറത്തേക്കിടി എന്ന് പറയും. ആരാ ഈ രണ്ട് ഖബറിലുള്ള ആളുകൾ? റസൂലിന്റെ കൂടെ അന്ത്യവിശ്രമം കൊള്ളുന്ന രണ്ട് സ്വഹാബികൾ. ആരാണവർ? അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു. ഈ രണ്ട് സ്വഹാബികളുടെ ഖബറിൽ നിന്ന് അവരുടെ മയ്യത്ത് മാന്തി പുറത്തേക്കിട്ട് പരസ്യമായി ഒരു കുരിശിൽ തറച്ച് മരത്തിൽ കുരിശിലേറ്റി അവരെ പച്ചക്ക് കത്തിക്കും. അബൂബക്കർ സിദ്ദീഖിനും ഉമർ റളിയല്ലാഹുവിന്റെ മയ്യത്ത് പുറത്തെടുത്ത് പച്ചക്ക് കത്തിക്കുമെന്നും അവരെ വിശ്വസിക്കുന്ന ആളുകളെയും അവർക്ക് ബൈഅത്ത് ചെയ്തവരെയും ശിക്ഷിക്കുമെന്നും വിശ്വസിക്കുന്ന മഹദിയാണ് ഷിയാക്കൾ പരിചയപ്പെടുത്തുന്ന മഹദി. ആ ഷിയാക്കളുടെ മഹദിയുടെ വിശ്വാസപ്രകാരം അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികൾ കാഫിറുകളാണ്, അവർ കൊല ചെയ്യപ്പെടേണ്ടവരാണ്, അവർ ഖിലാഫത്ത് തട്ടിയെടുത്തവരാണെന്നാണ്. ഇതിനെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഗാനവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമുണ്ട്, അത് പറയാം. 1989 ഇറാൻ എന്ന് കേട്ടിട്ടുണ്ടാകല്ലോ. ഇറാനിലെ പരമോന്നത നേതാവാണ് ആയത്തുല്ലാ ഖുമൈനി. ആയത്തുല്ലാ ഖുമൈനിയുടെ മരണശേഷം ഇറാനിന്റെ നേതൃത്വം ഏറ്റെടുത്തത് അലി ഖാംനി എന്ന വ്യക്തിയാണ്. അദ്ദേഹം നേതൃത്വം ഏറ്റെടുത്ത ശേഷം 2022 അദ്ദേഹം 89 മുതൽ അവിടുത്തെ നേതാവാണ്. ആയത്തുല്ലാ ഖുമൈനി മരിച്ച ശേഷം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അദ്ദേഹത്തിന്റെ ഫോട്ടോ. ആയത്തുല്ലാ ഖുമൈനി, പിന്നീട് അദ്ദേഹത്തിന് ശേഷം വന്ന അലി ഖാമിനി. ഈ അലി ഖാമിനിയുടെ കാലഘട്ടത്തിൽ 2022 ഈ തൊട്ട് കഴിഞ്ഞ വർഷം ഒരു ഇറാനിലെ കവികൾ എല്ലാവരും കൂടി കൂട്ടി അദ്ദേഹം ഒരു സദസ്സ് സംഘടിപ്പിച്ചു. ആ സദസ്സിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു, നമ്മുടെ സാംസ്കാരിക ആയുധമായി വർത്തിക്കുന്ന ഷിയായിസം പ്രചരിപ്പിക്കുന്ന പുതിയ ജനങ്ങളുടെ മനസ്സ് കവരുന്ന ഒരു ഗാനം നമുക്ക് വേണമെന്ന്. ഷിയായിസം പ്രചരിപ്പിക്കുന്ന നമ്മുടെ സാംസ്കാരിക ആയുധമായ ഒരു ഗാനം നമുക്ക് വേണം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കവികൾ പരിശ്രമിക്കുകയും അബൂദർ റൂഹി എന്ന ഇറാനി കവി 2022 ഇറാനിലെ തെഹ്റാൻ എന്ന ഫുട്ബോൾ സ്റ്റേഡിയം, തെഹ്റാൻ എന്ന നഗരത്തിൽ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട്, മൽഅബു ആസാദി സ്റ്റേഡിയം എന്നാണ് പേര്. അവിടെ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഗാനം എഴുതി പുറത്തിറക്കി. ആ ഗാനം നിങ്ങൾക്ക് ഒന്ന് കേട്ടു നോക്കാം ഒരല്പസമയം. ആ ഗാനത്തിന്റെ ചില ഭാഗങ്ങൾ. ഈ ഗാനം കേട്ട ആളുകളൊന്ന് കൈബന്ധിച്ച, ഇത് സ്റ്റാറ്റസ് ആക്കിയ ആളുകളൊന്ന് കൈബന്ധിച്ച, ഇത് സ്റ്റാറ്റസ് ആക്കിയ ആളുകൾ ഉണ്ട്. ഓക്കെ, ഈ ഗാനം നല്ലൊരു ഗാനമായി മനസ്സിലാക്കിയ ആളുകളൊന്ന് കൈബന്ധിച്ച. ഓക്കെ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗാനം പുറത്തിറക്കിയത് ഷിയാക്കളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അബൂബക്കർ, ഉമർ, ഉസ്മാൻ കാഫറാണെന്ന് വിശ്വസിക്കുന്ന ഇസ്നാ അശരിയ എന്ന് പറയുന്ന, റാഫിള എന്ന് പറയുന്ന, ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഖുമൈനിയ എന്നറിയപ്പെടുന്ന ഷിയ വിഭാഗം, ഇറാൻ ഭരിക്കുന്ന ഷിയാക്കളുടെ ഐഡിയോളജി പ്രചരിപ്പിക്കുന്ന ഒരു പാട്ടാണിത്. ഇവിടെ ഇവർ പരിചയപ്പെടുത്തുന്ന ഇമാം മഹദി, സലാം യാ മഹദി, ലബ്ബൈക യാ അബ്ബാസ്, അബി അബ്ബാസിൻ ലബ്ബൈക്, വബി റാഗിബ്, വബി ഖാസിം, വബി ഹാജി ഖാസിം ലബ്ബൈക്. അതിലെ വരികളാണ്. ആരാണ് ഇമാം മഹദി? ഇവർ വിളിച്ചു വരുത്തുന്ന ഇമാം മഹദി. ഓ ഇമാം മഹദി വാ,
വന്നിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമറിന്റെയും ഖബർ മാന്ത്, ഇവിടത്തെ അബൂബക്കറും ഉമറിനെയും സ്നേഹിക്കുന്ന ആളുകളെ ചുട്ടുകൊല്ല് എന്ന ഐഡിയോളജി പ്രചരിപ്പിക്കുന്ന ഒരു ഗാനമാണിത്. ഈ ഷിയായിസം പരിചയപ്പെടുത്തുന്ന ഇമാം മഹദിയെ മഹത്വവൽക്കരിക്കുന്ന ഒരു ഗാനമാണത്. യഥാർത്ഥ ഇമാം മഹദിയുമായി ഈ ഗാനത്തിന് ഒരു ബന്ധവുമില്ല. മാത്രല്ല ഇതിൽ പറയുന്ന ഇമാം മഹദിയെ മാത്രല്ല, വബിഹാജിൽ ഖാസിം എന്ന് പറയുന്നുണ്ട്. ഖാസിമിന് ഞങ്ങൾ സ്വാഗതം ഓതുന്നു. ആരാ ഖാസിം? ഖാസിം സുലൈമാനി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഖാസിം സുലൈമാനി എന്ന അമേരിക്ക ബോംബിങ്ങിലൂടെ കൊന്ന ഇറാനിന്റെ ഒരു സൈനിക നേതാവുണ്ട്. സൗദിയുടെ US അംബാസിഡറെ അടക്കം വധിക്കാൻ, അസാസിനേഷൻ നടത്താൻ ശ്രമം നടത്തിയതിൽ ആരോപിക്കപ്പെട്ട വ്യക്തിയാണ് ഖാസിം. അദ്ദേഹത്തെ അടക്കം സ്വാഗതം ചെയ്യുന്ന ഗാനമാണിത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇമാം മഹദിയെക്കുറിച്ച് അഹ്ലുസുന്ന പറയുന്നത് അദ്ദേഹം വരും. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്, പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണ്. അദ്ദേഹം അഹ്ലുസുന്നയുടെ വക്താവാണ്, ദീനിന്റെ വക്താവാണ്. അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ റളിയല്ലാഹുവിനെയും സ്നേഹിക്കുന്ന വ്യക്തിയാണ്. മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കും. എന്നാൽ ഷിയാക്കൾ പരിചയപ്പെടുത്തുന്ന ഇമാം മഹദി റസൂൽ പരിചയപ്പെടുത്തുന്ന ഇമാം മഹദിയെ അല്ല. അസ്സലാമു അലൈക്കും.